കാരണം പുള്ളി പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാൻ ചെയ്യാത്ത 500ഓളം സിനിമകളാണ് മലയാള സിനിമയ്ക്ക് എൻ്റെ സംഭാവന. ചെയ്യാത്ത ആ 500ഓളം സിനിമകളാണ് ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നീ അമ്മയുടെ മീറ്റിങ്ങിന് വരുന്നുണ്ടെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞില്ല അച്ഛാ, ഞാൻ ആ ദിവസം ദുബായിലൊരു പ്രോഗ്രാം. നീ വന്നിരുന്നെങ്കിൽ അവശ്യ കലാകാരന്മാർക്ക് 5000 രൂപ വെച്ച് കൊടുക്കുന്നുണ്ട്, ഇത്തവണ എനിക്ക് കിട്ടും, എനിക്കത് വേണ്ട, നിനക്ക് തന്നാലാന്ന് പറഞ്ഞേനെ. ഇതേ സമയമാണോ ചേട്ടനോട് അച്ഛന്? ചേട്ടൻ ആ ഏരിയയിലോട്ട് വരാറില്ല, വർഷങ്ങൾക്ക് ശേഷം. ആണോ? എല്ലാവർക്കും നമസ്കാരം. ഒരു ഇന്റർവ്യൂ പോലെ, നിങ്ങൾ എൻ്റെ ഇന്റർവ്യൂ കണ്ടിട്ടുണ്ടാവും, ഇന്റർവ്യൂ പോലെ ചോദിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. കുഴപ്പമൊന്നുമില്ല. അപ്പം ധ്യാനോട് എൻ്റെ ആദ്യ പരിപാടി വേണോ? ഇതിന്റെ പദ്ധതിയിലുള്ളതല്ല, ഇതൊരു ഫില്ലർ പ്രോഗ്രാമാണ്. ഫില്ലർ ഇതിനെ കാര്യമായിട്ട് എടുക്കരുത്. ധ്യാൻ്റെ ആദ്യത്തെ ചോദ്യം, ധ്യാൻ സിനിമയിൽ വരാൻ ആഗ്രഹിച്ചിരുന്നോ? സിനിമയിൽ വരാൻ ആഗ്രഹിച്ചിരുന്നോ? അച്ഛൻ മഹാനായൊരു സിനിമക്കാരനാണ്. അതെ, ഇത്തരം ചില പരിപാടികളൊക്കെ വരുമ്പോൾ നമ്മൾ ആലോചിക്കും, സിനിമയിൽ വരണ്ടിയിരുന്നില്ല. അച്ഛൻ ധ്യാൻ്റെ സിനിമാ ജീവിത അഭിനയത്തെ കുറിച്ച് എന്തെങ്കിലും പറയാറുണ്ടോ? ഇപ്പൊ അടുത്ത് പറഞ്ഞിരുന്നു, ഞാൻ കഴിഞ്ഞ ദിവസം നമ്മൾ സംസാരിച്ചിരുന്നു, മറന്നുപോയി കാണും തിരക്കിനിടയിൽ. അത് കേക്കട്ടെ. അല്ല, അത് ഒന്നുമില്ല. ഞാൻ ഇവിടെ ആൾക്കാരൊക്കെ പോയോ? നിറച്ച ആളാ, ലൈറ്റ് ഇല്ലാത്തതുകൊണ്ട് കണ്ടില്ലേ? ഞാനിത് ആരോടാ പറയുന്നതായി പോയി. ഓക്കെ. അല്ല, കഴിഞ്ഞ ദിവസം അടുപ്പിച്ച് 2 സിനിമകൾ വന്നു. ഒന്ന് പ്രിൻസ് ആൻഡ് ദ ഫാമിലി എന്ന് പറഞ്ഞ് ദിലീപേട്ടനോടൊരു സിനിമ വന്നു, അത് തിരക്കേടില്ലാതെ ഓടി. ഡിറ്റക്റ്റീവ് ഉജ്ജ്വലൻ എന്ന് പറഞ്ഞൊരു സിനിമ വന്നു, അതും അത്ഭുതം എന്ന് പറയട്ടെ ഓടി. അങ്ങനെ അപ്പൊ എനിക്ക് ഓടി കാശ് കിട്ടി പ്രൊഡ്യൂസറിന്. അങ്ങനെ ഇടയ്ക്ക് അങ്ങനെയുള്ള വർഷത്തിലൊരിക്കലൊക്കെ സംഭവിക്കുള്ളൂ ഈ അവാർഡ് ഫംഗ്ഷനൊക്കെ പോലെ. അപ്പോൾ അങ്ങനെ ഇരിക്കെ വീട്ടിൽ അത്യാവശ്യം മതിപ്പൊക്കെ വന്ന് തുടങ്ങിയ സമയം. ഇപ്പം കഴിഞ്ഞ ഒരു ആഴ്ചയായിട്ട് വീട്ടിൽ പോകുമ്പോഴൊക്കെ അച്ഛനൊരു ഇതൊക്കെ ഉണ്ട്, വിലയൊക്കെ ഉണ്ട്. അതിനിടയിൽ എൻ്റെ ഒരു സിനിമ TV-യിൽ വന്നു. സിനിമ ഏതെന്ന് ഞാൻ പറയുന്നില്ല. അത് വളരെ യാദൃശ്ചികമായി പുള്ളി അച്ഛൻ കണ്ടിട്ട് അത് ഇഷ്ടപ്പെടാതെ എന്നെ, ഞാൻ വീട്ടിലേക്ക് വരുന്നതും കാത്ത് ഉറങ്ങാതിരിക്കുക, എന്നെ ചീത്ത വിളിക്കാൻ വേണ്ടിയിട്ട്, എന്തിനാണ് ഇങ്ങനത്തെ സിനിമകളൊക്കെ ചെയ്യുന്നതെന്ന് ചോദിച്ചുകൊണ്ട് തുടങ്ങി സ്ഥിരം. കാരണം പുള്ളി പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാൻ ചെയ്യാത്ത 500ഓളം സിനിമകളാണ് മലയാള സിനിമയ്ക്ക് എൻ്റെ സംഭാവന. ചെയ്യാത്ത ആ 500ഓളം സിനിമകളാണ് ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കുടുംബം നോക്കാൻ വേണ്ടി, അച്ഛന് വേണ്ടി. അപ്പോൾ അത് ചേട്ടൻ പറഞ്ഞ ആ അച്ഛൻ വിട്ട 500ഓളം സിനിമകളാണ് കണ്ടിരിക്കുന്നത്, ഇവൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് എന്നോട് ചോദിച്ചു, ഇങ്ങനെ ഇത് എന്ത് കണ്ടിട്ടാണ്, കഥയൊന്നും കേൾക്കാതെ വെറുതെ അങ്ങോട്ട് ചെയ്യുകയാണോ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അങ്ങനെയല്ല, എൻ്റെ കൂടെ വർക്ക് ചെയ്ത ഒരാളാണ്. അപ്പം നമ്മൾ പറയും സ്വാഭാവികമായിട്ടും ചില കഥകളൊക്കെ രസമില്ല, ഇങ്ങോട്ട് അത് ചെയ്യണ്ട ചേട്ടാ, നമ്മുടെ കൂടെ നിന്നാൽ മതി എന്നൊക്കെ പറഞ്ഞ് അവർ നമ്മളെ കൺവിൻസ് ചെയ്തു. അപ്പം എന്നോട് ചോദിച്ചു, ആരാണ് ഇതിൻ്റെ പ്രൊഡ്യൂസർ, കാശ് മുടക്കാൻ ഒരാളുണ്ടാവില്ല. ഞാൻ പറഞ്ഞു അതും നമ്മുടെ ഒരു സുഹൃത്താണ്, അവർക്കത് ഭയങ്കര വിശ്വാസം ഉണ്ടായിരുന്നു ആ സിനിമയിൽ, ചിലപ്പോൾ പാളിപ്പോവുമല്ലോ. പെട്ടെന്ന് പുള്ളി പറഞ്ഞു, എന്നാലും അവനൊരു ബുദ്ധിയും ബോധവുമില്ല, ഇങ്ങനൊരു കഥയൊക്കെ എടുത്ത് സിനിമ ചെയ്യാന്ന് പറഞ്ഞു, നീയോ പറഞ്ഞില്ല. ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോയി, ഇവരൊക്കെ ഉള്ളത് കൊണ്ടല്ലേ നമ്മളൊക്കെ ജീവിച്ചു പോകുന്ന അച്ഛാ എന്ന് പറയാൻ പെട്ടെന്ന് എന്നോട് പറയാ, ഇതിലും ഭേദം മരിക്കുന്നതാണ്, ഇങ്ങനെ ജീവിക്കേണ്ടത്. അത് കഴിഞ്ഞ് പെട്ടെന്ന് ഈ ടോപ്പിക്ക് മാറ്റുന്ന പോലെ എന്നോട് പെട്ടെന്ന് ചോദിച്ചു, നീ ഇപ്പം കഴിഞ്ഞ ജൂൺ 22-ാം തീയതി അമ്മയുടെ ജനറൽ ബോഡി മീറ്റിംഗ് നടന്നിരുന്നു. അപ്പം എന്നോട് ചോദിച്ചു, നീ അമ്മയുടെ മീറ്റിങ്ങിന് വരുന്നുണ്ടെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞില്ല അച്ഛാ, ഞാൻ ആ ദിവസം ദുബായിലൊരു പ്രോഗ്രാം. നീ വന്നിരുന്നെങ്കിൽ അവശ്യ കലാകാരന്മാർക്ക് 5000 രൂപ വെച്ച് കൊടുക്കുന്നുണ്ട്, ഇത്തവണ എനിക്ക് കിട്ടും, എനിക്കത് വേണ്ട, നിനക്ക് തന്നാലാന്ന് പറഞ്ഞേനെ. അച്ഛന് നല്ല മതിപ്പായി. 2 സക്സസ് ഉണ്ടായിട്ടൊന്നും സാധനയുടെ കാര്യമില്ല. അതിനെ തുടർന്നൊരു പരാജയം വന്നു കഴിഞ്ഞാൽ എപ്പോഴും നമ്മൾ അങ്ങനെ പരാജയം കണ്ടേ വിലയിരുത്തുള്ളൂ. ഇതേ സമയമാണോ ചേട്ടനോട് അച്ഛന്? ചേട്ടൻ ആ ഏരിയയിലോട്ട് വരാറില്ല, വർഷങ്ങൾക്ക് ശേഷം. ആണോ? അപ്പൊ പിന്നെ ഒന്നും പ്രശ്നമില്ല. ഇല്ല, വല്ലപ്പോഴും വരും, ആ വഴി അങ്ങ് പോവും. ഈ പേടിയില്ല അതുകൊണ്ട്. അതെ, ഞാൻ പിന്നെ സ്ഥിരമായിട്ട് അവിടെ ആ വീട് എൻ്റെ പേരിൽ എഴുതരാന്നുണ്ട്, അതുകൊണ്ട് അവിടെ നിന്ന് പോയാൽ ശരിയാവില്ല, പാർട്ടീഷൻ നടക്കും.
അല്ല, നിങ്ങൾ തിരുവനന്തപുരത്താ താമസം എന്ന് പറയാം? ഞാൻ തിരുവനന്തപുരത്ത്, ഭാര്യയും മകൾ അവിടെ സ്കൂളിലാണ് പഠിക്കണേ. അപ്പോൾ അവളുടെ ഫാദറിന് വയ്യാത്തത് കൊണ്ട് അവൾ അവിടെ ആക്കുകയും എൻ്റെ ഫാദറിന് വയ്യാത്തതുകൊണ്ട് ഞാൻ എൻ്റെ വീട്ടിൽ നിൽക്കുന്നു. ആ ശരി, രണ്ടുപേരും അകന്ന് നിങ്ങൾ ഇവിടെ നാട്ടിലും നിങ്ങളുടെ ഭാര്യയും മക്കളും ഒരുപോലെ ഒരുപോലെ പല കാര്യങ്ങളും നമ്മൾ ഒരു സമയം നമ്മളെ നാടോടിക്കാറ്റിൽ പറയൂലേ, നമ്മുടെ രണ്ടാളുടെ ശബ്ദം ഒരേപോലെ ഇരിക്കുന്നെന്ന് പറഞ്ഞ പോലെയാ. അല്ല, ഈ സിനിമയിലേക്ക് സത്യമായിട്ട് സിനിമയിൽ വരാൻ ആഗ്രഹിച്ചു? സീരിയസ്ലി ചോദിച്ചു, ഇതിന്റെ കഴിഞ്ഞോ മാർക്കറ്റ്? സത്യമായിട്ട് സിനിമ വരാൻ ആഗ്രഹിച്ചിരുന്നോ? ചാഞ്ഞേട്ടാ, ഇത് നമ്മളെ ഫില്ലർ പരിപാടി, നമ്മുടെ പോണ്ട സമയമായി. ഞങ്ങളുടെ പരിപാടി അവസാനിക്കും. ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കുകയാണെങ്കിൽ നമുക്ക് ചോദിക്കാം, കുഴപ്പമില്ല, ഞാൻ പറയാം. ഇല്ലല്ലോ, നിങ്ങളൊക്കെ ക്ഷീണിച്ചിരിക്കുകയായിരിക്കും രാവിലെ തൊട്ട്. നമ്മുടെ പരിപാടിയുടെ ആൾക്കാർ, ഈ ശോഭയും ലക്ഷ്മിയും, അവരാണ് മാർക്കറ്റിലാമൻ മാറിയിരിക്കുന്നത്. നമ്മുടെ പ്രോഗ്രാം ഏകദേശം തീർന്നു കേട്ടോ. ഇനിയിപ്പോൾ ഒരു ഇതേ ഉള്ളൂ, അതൊന്നൊന്ന് കഴിഞ്ഞിട്ട് പോകാമെന്ന് ഓർക്കുമ്പോഴാണ് നിങ്ങൾ പറയാം എന്തെങ്കിലുമൊക്കെ ഒരു തഗ്ഗടിക്കും. നിങ്ങൾ ചാനൽ മുഴുവൻ തഗ്ഗാണല്ലോ, എനിക്കാണെങ്കിൽ ഒന്നും കിട്ടുന്നുമില്ല. ചാച്ചേട്ടാ, നിങ്ങൾ എന്തെങ്കിലും ഈ തഗ് എന്ന് പറയുമ്പോൾ വെറുതെ കയറി പറയുന്നതല്ല തഗ്. എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അതിന് മറുപടിയായി പറയുന്നതാണ് തഗ്. അതിനുള്ള ശേഷി ഇല്ലാതാക്കി. കാരണം രാവിലെ ഇന്നലെ ഉറങ്ങിയില്ല, കഴിച്ചില്ല എന്നൊക്കെ പറഞ്ഞു, ഭക്ഷണം കഴിച്ചിട്ടില്ല. എനിവേ, എന്നെ ചോദിക്കുന്നത്, നിങ്ങൾ കല്യാണം കഴിക്കണ്ടായിരുന്നു എന്ന് എപ്പോഴും തോന്നിയിട്ടുണ്ടോ? ഈ അങ്ങനെ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? അത് പറ. അല്ല, ഇടക്കിടക്ക് എൻ്റെ ഭാര്യ, കുടുംബം, കുട്ടിയൊക്കെ ചോദിക്കുന്നു. അങ്ങനെ ഷാൻചേട്ടന് ചോദിച്ചിട്ടുണ്ട്. എന്നേക്കാളും അനുഭവസ്ഥനാണ്, എന്നേക്കാളും വലിയൊരു കുടുംബം. ഇപ്പം മകനുമായിട്ടുള്ള ഒരു സംഭാഷണം ഞാൻ കേട്ടു. അത് പറയില്ല, പക്ഷെ അവൻ, നമ്മൾ പറയല്ലോ, അവൻ പള്ളു വിളിച്ചില്ല എന്നൊക്കെ പറയല്ലോ, അച്ഛൻ പൊടാ പൊടാ, ആ രീതിയിലാണ് നിങ്ങളെ അച്ഛൻ്റെയും. ഇളയ മകന്റെ മുമ്പിൽ വെച്ച് എന്തെങ്കിലും പറയാൻ പേടിയാ, അവൻ അപ്പം തന്നെ തിരിച്ചടിച്ചിരിക്കും. അവൻ തിരിച്ചടിച്ചു.